അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ചെറിയ ഒരു ഹദീസ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഞാൻ നിങ്ങളുമൊക്കെ വളരെ മനസ്സിലാക്കുകയും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ ഈ അറിവിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളുമെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നത് തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരാഗ്രഹമുണ്ട്. അത് നമ്മുടെ യഥാർത്ഥ ലോകമാകുന്ന, യഥാർത്ഥ ജീവിതമാകുന്ന, ഒരിക്കലും നശിക്കാത്ത അനന്തമായ പരലോകമാണ്. ആ പരലോകത്ത് വിജയിക്കുക, അവിടെ രക്ഷപ്പെടുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗലോകത്തിൽ എത്തിച്ചേരുക, അതിലൊക്കെ മുകളിൽ, അതിനൊക്കെ ഉപരി സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ലിഖാ, അവനെ ഒന്ന് കാണുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീക്ക് നൽകട്ടെ. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നാം ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. സലാസത്തുൻ, മൂന്ന് കൂട്ടം ആളുകൾ, മൂന്ന് വിഭാഗം ആളുകൾ. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ അള്ളാഹു അവരുമായിട്ട് സംസാരിക്കുക പോലുമില്ല. വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് നോക്കുക പോലുമില്ല. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ പരിശുദ്ധവാന്മാരാക്കുകയില്ല. മാത്രമല്ല വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയും അള്ളാഹു നാളെ പരലോകത്തൊരുക്കിയിട്ടുണ്ട്. എത്ര കഷ്ടമാണെന്ന് നോക്കൂ. ചില ആളുകളാണ്, മൂന്ന് കൂട്ടം ആളുകളാണ്. അവരാരാണെന്ന് ഇൻഷാ അല്ലാഹ് ഈ ഹദീസിൽ പിറകെ പറയുന്നുണ്ട്. അവരെ അള്ളാഹു തആല സംസാരിക്കൂല. നാളെ അള്ളാഹു അവൻ്റെ യഥാർത്ഥ വിശ്വാസികളോട്, സ്വർഗത്തിലേക്ക് കടക്കുന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സൃഷ്ടാവായ റബ്ബിൻ്റെ വർത്തമാനം സലാം. സലാം എന്നാണ് യാസീനിൽ നമ്മൾ ഓതുന്നതാണല്ലോ. പക്ഷെ ചില ആളുകളോട് അല്ലാഹു തആല സംസാരിക്കുക പോലുമില്ല. സംസാരിക്കുമെന്ന് മാത്രമല്ല, വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് നോക്കുക പോലുമില്ല. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ സൃഷ്ടാവിനെ കാണാൻ വേണ്ടി കാത്തുകാത്തിരുന്ന് അള്ളാഹുവിൻ്റെ ലിഖാഇന് വേണ്ടി കൊതിച്ചു, രാപകലില്ലാതെ പ്രാർത്ഥിച്ചു. നമ്മൾ അതിനു വേണ്ടി നമ്മൾ തേടി അള്ളാഹുവിൻ്റെ ലിഖാഇനുള്ള സമയം കരസ്ഥമായി വരുമ്പോൾ അള്ളാഹു തആല അവരിലേക്ക് നോക്കുക പോലുമില്ല. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ പരിശുദ്ധരാക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ. സ്വർഗത്തിൽ ആര് പ്രവേശിക്കുന്നു, അള്ളാഹു തആല അവരെ പരിശുദ്ധരാക്കിയിട്ട് സ്വർഗത്തിലേക്ക് കടക്കുക. സകല പാപങ്ങളും പൊറുക്കപ്പെട്ട് അവരെ അള്ളാഹു തആല പരിശുദ്ധവാന്മാരായി, നല്ല വിശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളായിട്ടാണ് സ്വർഗത്തിലേക്ക് കടത്തുന്നത്. ആ രീതിയിൽ അവരെ അള്ളാഹു പരിശുദ്ധരാമാക്കുകയില്ല. മാത്രമല്ല വലഹും അദാബുൻ അലീം, വേദനാജനകമായ അദാബും അവർക്കുണ്ട്. ആരാണ് ഈ മൂന്ന് കൂട്ടരെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുസ്ബിലു, ഒന്ന് വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചിഴച്ച് നടക്കുന്ന ആളുകളാണ്. എത്ര കഷ്ടമെന്ന് നോക്കൂ. നമുക്ക് എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനീങ്ങളായ ആളുകൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, എത്ര ആളുകളാണ്. എത്രയോ ഗൗരവമുള്ളൊരു വിഷയമാണ് വസ്ത്രം. നമ്മളൊക്കെ പലപ്പോഴും ചിലർ വളരെ നിസ്സാരമായിട്ടും ലാഘവത്തോടു കൂടിയുമാണ് വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചിഴക്കിനെ ചിലർ കാണുന്നത്. വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണിത്. ഇന്ന് ചില ആളുകൾക്ക് ഫാഷനാണ് വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇങ്ങനെ വലിച്ചിഴക്കുക എന്നുള്ളത്. വലിച്ചിഴച്ചിങ്ങനെ പോകുമ്പോൾ ഉള്ള മാലിന്യങ്ങളെല്ലാം ആ വസ്ത്രത്തിലേക്ക് പെരളുകയാണ്. എത്ര ഗൗരവമാണെന്ന് അറിയുമോ? മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മരണാസന്നനായി കിടക്കുകയാണ്. നെഞ്ചിലേക്ക് കുത്തുകൊണ്ടിട്ട് രക്തമിങ്ങനെ വാർന്നൊഴുകുന്നു. മരണത്തോട് മല്ലിടുകയാണ്. അപ്പോൾ അതൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്, അള്ളാഹിൻ്റെ റസൂലിന് ഇഷ്ടപ്പെട്ടവരാണ്, നാളെ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ഉമർ റളിയല്ലാഹുവിൻ്റെ മദ്ഹുകൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ, നീ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു നേട്ടമുണ്ടോ അതേ എനിക്ക് കോട്ടമുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, നാളെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ആ യുവാവ് ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, യാ ഫത്തൻ, മോനെ ഇങ്ങ് വരൂ, കടന്നു വരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ട്, ഉയർത്തി ഉടുക്കുക, നിന്റെ വസ്ത്രവും ശുദ്ധമാകും, അതുവഴി നിന്റെ മനസ്സും ശുദ്ധമാകുമെന്ന് പറഞ്ഞു. എപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ന് ഓർക്കണം. മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വസ്ത്രം നിലത്ത് വലിച്ചിഴച്ചിങ്ങനെ പോകുന്നത് കണ്ടപ്പോഴാണ് പറഞ്ഞത്, വസ്ത്രം നീ ഉയർത്തി ഉടുക്കുക എന്ന്.
എത്ര ഗൗരവമാണ് വസ്ത്രം നിലത്ത് വലിച്ചിഴയ്ക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വൽ മന്നാനു, കൊടുത്തതിനെ എടുത്തു പറയുന്ന ആളുകളുണ്ട്. ചില ആളുകളുണ്ട് നമ്മളിൽപ്പെട്ടവർ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് ഹൈറുകൾ, ഒരുപാട് നന്മകളൊക്കെ ചെയ്യും, പക്ഷേ എല്ലാം ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദുനിയാവാണ്. ആരുടെയൊക്കെയോ കയ്യടിക്ക് വേണ്ടി, ആരുടെയൊക്കെയോ പ്രീതിക്ക് വേണ്ടി, ആരുടെയൊക്കെയോ തൃപ്തിക്ക് വേണ്ടി പ്രിയമുള്ളവരെ, പരലോകത്ത് വലൈസ ലഹു ഫിൽ ആഖിറത്തി നസീബ്, അവർ ചെയ്തതിനും അവർ കൊടുത്തതിനും അവർ പ്രവർത്തിച്ചതിനും ഒന്നും പ്രതിഫലമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ, ഒരു വീട് വെച്ച് കൊടുത്താൽ, രോഗിയെ സഹായിച്ചാൽ, അല്ലെങ്കിൽ മകളെ കെട്ടിക്കാൻ വേണ്ടി കൊടുത്താൽ 10 പേരോട് പറഞ്ഞാലേ ഇവർക്ക് സമാധാനം വരും, ഉറക്കം വരികയുള്ളൂ. കൊടുത്തത് എടുത്തു പറയുന്നവർ നാളെ അള്ളാഹു അവരെ നോക്കുക പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംഘടനകൾ മനസ്സിലാക്കണം, സാധു സംരക്ഷണ സമിതികൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു സാധുവിന് വീട് വെച്ച് കൊടുക്കുമ്പോൾ, ഏതെങ്കിലും ഒരു സാധുവിന് ചികിത്സാ ധനസഹായം നൽകുമ്പോൾ ആളുകളെ ഒക്കെയും വിളിച്ചു കൂട്ടിയിട്ട് സ്റ്റേജിൽ വെട്ടിട്ട് ഈ പാവപ്പെട്ടവനെ, ഈ സാധുവിനെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് അവന് പരസ്യമായിട്ട് സഹായം നൽകുകയാണ് ചെയ്യുന്നത്. സ്റ്റേജിൽ വിളിച്ചു കെട്ടി പരസ്യമായിട്ട് അവന് വെച്ചു കൊടുത്ത വീടിൻ്റെ താക്കോൽ ദാനം നടത്തുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ആ പാവപ്പെട്ടവൻ മനസ്സുരുകി ഗതികേട് കൊണ്ടവൻ വാങ്ങുമ്പോൾ അവൻ്റെ അഭിമാനം പോലും അവിടെ പണയം വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. പരസ്യമായി കൊണ്ട് സാധുക്കളെ സഹായിച്ചിട്ട് പരസ്യമാക്കി അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. കൊടുത്തത് എടുത്തു പറയുന്നവർ, മറ്റാർക്കോ വേണ്ടി, ആരുടെയോ കയ്യടിക്ക് വേണ്ടി, ദുനിയാവിൻ്റെ പ്രീതിക്ക് വേണ്ടിയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ അല്ലാഹു തആല അവരോട് നോക്കുക പോലുമില്ല, അവരോട് മിണ്ടുക പോലുമില്ല. പ്രിയമുള്ളവരെ, മൂന്നാമതായി കൊണ്ട് പ്രവാചകൻ പറയുന്നു വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലഫിൽ കാദിബി, കള്ളസത്യം ചെയ്തിട്ട് ചരക്കുകൾ വിറ്റഴിക്കുന്നവർ. കച്ചവടക്കാർ, നമ്മളിൽ പല ആളുകളും കച്ചവടം നടത്തുന്നവരാണ്. ആണും പെണ്ണും ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ നടത്താത്തവരായിട്ട് ആരുമില്ല. പ്രിയമുള്ളവരെ, ആ കച്ചവടം കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരു പശുവിനെ വാങ്ങാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പോത്തിനെ, കാളയെ വാങ്ങാൻ വരുമ്പോൾ അതിനൊക്കെ ഇന്ന വിശേഷണങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാത്ത വിശേഷണങ്ങളൊക്കെ പെരുപ്പിച്ചിട്ട് പറയുക, ന്യൂനതകൾ മറച്ചു വെച്ച് പറയുക, ഇല്ലാത്ത വിശേഷണങ്ങൾ പെരുപ്പിച്ചിട്ട് പറഞ്ഞ് അതിനെ വിൽക്കുക. ഇങ്ങനെ ഇല്ലാത്ത സത്യം ചെയ്തുകൊണ്ട്, കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്കുകൾ വിറ്റഴിക്കുന്നവർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്താജിറു സ്വദൂഖുൽ അമീനു, വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ, നാളെ ആഖിറത്തിൽ നബിമാരോടും സിദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടൊപ്പമായിരിക്കും, മുത്ത് നബിയോടൊപ്പമായിരിക്കും, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടായിരിക്കും, മഹാനായ ഹംസത്തുൽ കർറ റളിയല്ലാഹു അൻഹുവിനോടൊപ്പമായിരിക്കും സത്യസന്ധരായ വിശ്വസ്തരായ കച്ചവടക്കാർ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ 3 കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. വസ്ത്രം നിലത്ത് വലിച്ചിഴച്ച് നടക്കുന്നവർ, കൊടുത്തത് എടുത്തു പറയുന്നവർ, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്നവർ, ഈ 3 കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. എന്തെങ്കിലും നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതകാലത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് നമ്മൾ തൗബ ചെയ്ത് പശ്ചാത്താപം ചെയ്ത് അള്ളാഹുവിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തി കരയുക. ഇനി മേലാൽ ഇത്തരത്തിലുള്ള ഈ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാൻ നമ്മൾ സൂക്ഷിച്ചാൽ നാളെ നമുക്ക് സുന്ദരമായ ഒരു ഭാവി നമുക്കുണ്ടായിത്തീരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹദീസ്, ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് വീണ്ടും ഇൻഷാ അല്ലാഹ് വിലപ്പെട്ട അറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. നിങ്ങളുടെ ദുആകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.